SDPI-യുമായി CPM-ന് ഒരു നീക്കുപോക്കുമില്ലെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി. അവരുടെ ശൈലി ജനാധിപത്യത്തിന് ഗുണമല്ലെന്നും MA ബേബി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണെന്നും PDP പഴയ നിലപാട് തിരുത്തിയെന്ന് മാദനി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും MA ബേബി പറഞ്ഞു. SDPI-യുമായി CPI-എം യാതൊരു നീക്കുപോക്കും ഉണ്ടാക്കിയിട്ടില്ല, ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. SDPI ഇപ്പോൾ നടത്തുന്ന പ്രവർത്തന ശൈലി ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുഗുണമല്ല എന്ന അഭിപ്രായമാണ് CPI-എമ്മിന്റെ നിരീക്ഷണം. ഇത്തരത്തിലുള്ള പാർട്ടികളെല്ലാം അവരുടെ നിലപാടുകൾ തിരുത്തണം. ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ മതരാഷ്ട്രവാദികളാണ്, അങ്ങനല്ല, ആ നിലപാട് ഞങ്ങൾക്കില്ല എന്നാണെങ്കിൽ അതവർ തുറന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. PDP ഒരു ഘട്ടത്തിൽ വർഗീയമായ ചില നിലപാടുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. എന്നാൽ ശ്രീ മദിനി തന്നെ പിന്നീട് വ്യക്തമാക്കി, നിയമപരവും ജനാധിപത്യപരവുമായ പ്രവർത്തനം മാത്രമേ ഞാൻ നടത്തുകയുള്ളൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതനുസരിച്ചുള്ള മാറ്റം അദ്ദേഹത്തിലും PDP-യുടെ സമീപനത്തിലുമുണ്ട്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിജിത്ത്, ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമെന്ന് പറഞ്ഞ് ലീഗിനെ കടന്നാക്രമിക്കുമ്പോഴാണ്, CPM കടന്നാക്രമിക്കുമ്പോഴാണ് അത് വഴിതിരിച്ചു വിടുന്ന രീതിയിൽ ചെന്നിത്തലയുടെ പ്രതികരണം ഇന്ന് വരുന്നത്. ഒരു കൂട്ടുകെട്ട് ഉണ്ട് SDPI CPI എന്നുള്ള രീതിയിൽ. അതിന് മറുപടിയായി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നപ്പോൾ അദ്ദേഹം പിന്തുണ വേണ്ട എന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല. പക്ഷേ നുണ പറയുകയാണ് ചെന്നിത്തല അടക്കമുള്ളവർ എന്ന കാര്യത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു. പക്ഷേ MA ബേബിയുടെ പ്രതികരണത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ശ്രുതി, ഇത്തവണ ഏതാണ്ട് 100-ലധികം സീറ്റുകളിൽ SDPI മത്സരിക്കുമെന്നുള്ളതായിരുന്നു തീരുമാനം. പിന്നീട് അത് 50-ൽ താഴെ എന്ന നിലയിലേക്ക് മാറി. മഞ്ചേശ്വരത്തുൾപ്പെടെ സ്ഥാനാർത്ഥിയെ നിർത്തുകയും പിന്നീട് പത്രിക പിൻവലിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ മത്സരിക്കാത്തിടത്തൊക്കെ LDF-നെ SDPI പിന്തുണക്കും എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ. SDPI-യുടെ നേതാക്കൾ നൽകുന്ന സൂചനകളും അങ്ങനെ തന്നെയാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് രമേശ് ചെന്നിത്തല സംസ്ഥാനത്ത് ഒരു CPM SDPI ബന്ധമുണ്ട്, ഒരു ബാന്ധവമുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹം അത്തരത്തിലുള്ള ഒരു ആരോപണം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ശക്തമായൊരു പ്രതിരോധം CPM തീർക്കുന്നുണ്ട്. രാവിലെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രമേശ് ചെന്നിത്തല അസംബന്ധമാണ് പറയുന്നത് എന്ന് പറയുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും ആ രീതിയിലുള്ള ഒരു കൂട്ടുകെട്ടും SDPI-യുമായി ഇല്ല എന്നുള്ള കാര്യം അടിവരയിട്ട് പറയുന്നത്. കാരണം SDPI അവരുടെ പ്രവർത്തന ശൈലി മാറ്റട്ടെ എന്നുള്ളതാണ് MA ബേബിയുടെ പ്രതികരണം. ഇതിൽ ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിലെ അപകടം CPM തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ CPM BJP എന്നുള്ളൊരു ഡീൽ സംസ്ഥാനത്തുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് UDF ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളതായിരുന്നു CPM-ന്റെ വിലയിരുത്തൽ. നേരെ മറിച്ച് ഇവിടെ CPM SDPI ഡീൽ എന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ആരോപണത്തിലേക്ക് വരുമ്പോൾ ഭൂരിപക്ഷ വോട്ടുകൾ കൂടി UDF ലക്ഷ്യമിടുന്നുണ്ട്. അതാണ് ഇത്തരം ഒരു ആരോപണത്തിന് പിന്നിൽ എന്ന നിലയിലേക്ക് CPM വിലയിരുത്തുന്നു. അതിനാൽ തന്നെയാണ് ഈ രീതിയിലുള്ള ശക്തമായ പ്രതിരോധം CPM തീർക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട്, വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള UDF-ന്റെ ബന്ധമൊക്കെ കടന്നാക്രമിക്കുന്ന രീതിയിൽ CPM പറഞ്ഞതാണ്. പക്ഷെ അതേസമയം തന്നെ PDP-യുമായി മറ്റൊരു രീതിയിലാണ് CPM ബന്ധം കാണുന്നത്. നേരത്തെയുള്ള നിലപാട് PDP-യുമായി ഉണ്ട്. ആ രീതിയിൽ തന്നെ അവർ തങ്ങൾക്ക് നീക്കുപോക്കുമില്ല എന്നുള്ളതാണ്, SDPI-യുമായിട്ടില്ല എന്നുള്ളതാണ് MA ബേബി വ്യക്തമാക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് അഭിജിത്ത് മുഴക്കുന്ന നൽകിയത്. ഇടവേള.